ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു RahisWorld. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അറബിക് ഡിഷായ ഖമീർ ആണ്. ഈ ഒരു ഖമീർ നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ ഇറച്ചിക്കറിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഖമീർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 1 കപ്പ് ചെറുചൂട് വെള്ളമാണ്. വെള്ളത്തിൻ്റെ ചൂട് കൂടുവാനോ കുറയാനോ പാടില്ല, ചെറുചൂട് മാത്രം മതിയാകും. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് 15 മിനിറ്റ് വെക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റിയ ബൗളിലേക്ക് ഈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ വേറൊരു ബൗളിൽ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 1/2 കപ്പ് ഇളം ചൂടുപാൽ ആഡ് ചെയ്യാം. തണുത്ത പാലോ അല്ലെങ്കിൽ തിളപ്പിച്ചെടുത്ത പാലോ ചേർക്കാൻ പാടില്ല, ഇളം ചൂടുപാൽ തന്നെ വേണം. ഇനി നമുക്ക് ഈ മിക്സിംഗ് ഈസ്റ്റിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മിക്സിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 കപ്പ് മൈദ ആഡ് ചെയ്യാം. ഞാനിവിടെ മൈദ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെച്ചിട്ടാണ്. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്ത് വരാം. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ എള്ള് ചേർത്ത് നന്നായി വീണ്ടും കുഴച്ചെടുക്കാം. മാവ് കയ്യിൽ സ്റ്റിക്കിയായി വന്നു കഴിഞ്ഞാൽ അല്പം ഓയിലെടുത്ത് കയ്യിൽ സ്പ്രെഡ് ചെയ്ത ശേഷം കുഴച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് മൂടി വെച്ച് 1 മണിക്കൂർ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. മാവ് ഇപ്പോൾ ഡബിളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് സൈഡിൽ നിന്നും ഇതുപോലെ ആക്കിയെടുത്ത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പലകയിൽ അല്പം ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ വലുപ്പത്തിലുള്ള ഉരുളയാക്കിയെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കുക. മാവ് അധികം കട്ടിയാകാനും പാടില്ല, അതുപോലെ തന്നെ കനം കുറയാനും പാടില്ല. ഇപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഈ ഖമീർ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ചട്ടിയിൽ മുക്കി പൊരിക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ഖമീർ പൊങ്ങി വന്നിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ അറബിക് ഖമീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു വിഭവമാണിത്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികൾക്കൊപ്പം കൂട്ടി കഴിക്കാവുന്ന ഒന്നാണിത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.